മഹാരാഷ്ട്രയുടെ മുഖം അടിമുടി മാറ്റാനൊരുങ്ങി ദേവേന്ദ്ര ഫട്നാവിസ്. ദ്രുതഗതിയിലുള്ള വികസനത്തിനാണ് ഫട്നാവിസ് ലക്ഷ്യം വെക്കുന്നതും. മഹാരാഷ്ട്രയുടെ വികസനത്തിനായി 100 ദിന കർമ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. പ്രധാന വകുപ്പുകളുടെ തലപ്പത്തുള്ള 35 ഉദ്യോഗസ്ഥരുമായി നടത്തിയ ആദ്യ യോഗത്തിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നീക്കത്തിൽ അമ്പരന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. മഹാവികാസ് അഘാഡിയെ നയിക്കാൻ ഒരു പ്രതിപക്ഷ നേതാവില്ലാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇപ്പോൾ അങ്കലാപ്പിലാണ്. ബിജെപിയുടെ സഖ്യകക്ഷിയായ മഹായുതി സഖ്യം പിടിച്ച സാഹചര്യത്തിൽ വികസനത്തിന്റെ കൊയ്ത്ത് നടത്താൻ അത് പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും വലിയൊരു ക്ഷീണമുണ്ടാക്കുമെന്നതിലും സംശയമില്ല. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമുകൾക്കുമായി 2 വാർ റൂമുകൾ സജ്ജമാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ വകുപ്പുകളുടെ തലപ്പത്തുള്ളവർ ഉത്തരം നൽകേണ്ടി വരുമെന്നും മുന്നറിയിപ്പും ഫട്നാവിസ് നൽകിയിട്ടുണ്ട്. ക്ഷേമ പദ്ധതികൾ കാലത്തിന്റെ ആവശ്യമാണ് എന്നും ഇതിനായി കേന്ദ്രവുമായി നിരന്തരം ബന്ധപ്പെടുമെന്നും യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ മഹായുതി സർക്കാർ അധികാരമേറ്റതിനു ശേഷം മഹാരാഷ്ട്രയിൽ ഭരണ സുതാര്യത മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഗവേണൻസും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സേവനങ്ങൾക്കുമാകും മഹാരാഷ്ട്ര സർക്കാർ മുൻതൂക്കം നൽകുക. സർക്കാർ ഓഫീസുകളിലെ തിരക്ക് കുറയ്ക്കുവാനായി ഇത് സഹായമാകും. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി വിരമിച്ച ബ്യൂറോക്രാറ്റുകളുടെ കമ്മിറ്റി രൂപീകരിക്കണമെന്നും ഫട്നാവിസ് ഉത്തരവിട്ടിട്ടുണ്ട്. സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കണം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകൾ ഫയൽ ചെയ്യുന്ന പ്രക്രിയ എളുപ്പമാക്കണം. സർക്കാരിന്റെ പോർട്ടലുകളിൽ കൃത്യമായ വിവരങ്ങൾ നൽകണമെന്നും പോർട്ടലുകൾ നവീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പുതുതായി നിയമനം നൽകിയ 1.5 ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി പരിശീലനം വേഗത്തിലാക്കുവാനും ഫട്നാവിസ് ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PMO പ്രവർത്തിക്കുന്ന രീതിയിലുള്ള പരാതി പരിഹാര സംവിധാനമാണ് ഫട്നാവിസിന്റെ മനസ്സിലുള്ളതെന്ന് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം നീണ്ടുനിന്ന സസ്പെൻസുകൾക്കും ട്വിസ്റ്റുകൾക്കും എല്ലാം ഒടുവിൽ ഡിസംബർ 5-ാം തീയതിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നതും. അതേപോലെ തന്നെ മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറായി BJP നേതാവായ രാഹുൽ നർവേക്കർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ നർവേക്കർ വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കൊളംബിയയിൽ നിന്നുള്ള 47-കാരനായ MLA ഏക്നാഥ് ഷിൻഡെ സർക്കാരിന്റെ കീഴിൽ സ്പീക്കറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ നർവേക്കർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ സാഹചര്യത്തിൽ എതിരില്ലാതെയാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതും. 2019 ആദ്യ MLA ആയ അദ്ദേഹം ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹീര നവാജി ദേവസിയെ 48,500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് വീണ്ടും സഭയിലേക്ക് എത്തിയത്. BJPയിൽ എത്തുന്നതിന് മുൻപേ തന്നെ വേറെയും കക്ഷികളുമായി അദ്ദേഹം നേരത്തെ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. മുൻപ് ശിവസേനയുമായും NCPയുമായും അദ്ദേഹം സഹകരിച്ചു പോയിരുന്നു. നേരത്തെ ശിവസേന യൂത്ത് വിങ്ങിന്റെ വക്താവും ആയിരുന്നു രാഹുൽ നർവേക്കർ. 2014 ശിവസേനയ്ക്ക് വേണ്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രമിച്ചെങ്കിലും ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടതോടെ തന്നെ ആ മോഹം മുടങ്ങിപ്പോവുകയായിരുന്നു. ശിവസേനയിൽ 15 വർഷം ചിലവഴിച്ച ശേഷമാണ് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ നർവേക്കർ പാർട്ടി വിടുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം NCPയിലേക്ക് ചേക്കേറുകയായിരുന്നു. അവർക്ക് വേണ്ടി മാവൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജനവിധി നേടിയെങ്കിലും പരാജയമായിരുന്നു ഫലമുണ്ടായത്. ഇതോടെയാണ് BJPയിലേക്ക് കൂടുമാറിയതും. മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണ് നർവേക്കർ പിറന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് സുരേഷ് നർവേക്കർ ഒരു കൗൺസിലറായിരുന്നു. NCPയിൽ നിന്നുള്ള നിയമസഭാ അംഗവും മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ചെയർമാനും സ്പീക്കറുമായ രാംരാജെ നായിക് നിൻബാൽക്കറിനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹായുതി സഖ്യത്തിന്റെ വമ്പൻ മുന്നേറ്റം തന്നെ പ്രകടമായതിനാൽ ഇക്കുറി പ്രതിപക്ഷം സ്പീക്കർ മത്സര ചിത്രത്തിലേ ഇല്ലായിരുന്നു. പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നുവെങ്കിലും രാഹുൽ നർവേക്കർ യാതൊരു വെല്ലുവിളിയും കൂടാതെയായിരുന്നു ജയിച്ചു കയറിയതും. സഭയിൽ 230 പേരുടെ മൃഗീയ പിന്തുണ ഉള്ളതിനാൽ തന്നെ നർവേക്കറുടെ 2ാം വരവ് പ്രതീക്ഷിച്ചത് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കൈമുതലാക്കി ഇക്കുറി ഭരണം പിടിച്ചെടുക്കാമെന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ സകല പ്രതീക്ഷകളും തകർത്തുകൊണ്ടാണ് ഇത്തവണ BJP നേതൃത്വം നൽകുന്ന മഹായുതി ചരിത്രപരമായ ജയവുമായി സർക്കാർ രൂപീകരിക്കുന്നത്. 5 പതിറ്റാണ്ടിനിടെ സംസ്ഥാനത്ത് ഒരു മുന്നണി നേടുന്ന ഏറ്റവും വലിയ വിജയം കൂടിയായിരുന്നു ഇത്തവണ ഉണ്ടായതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.